ഭൂമിയുടെ അന്തരീക്ഷത്തിനപ്പുറത്തും ആകാശഗോളങ്ങൾക്കിടയിലും നിലനിൽക്കുന്ന വിസ്തൃതിയാണ് ബഹിരാകാശം. It contains a very low particle density, a complete vacuum consisting mainly of hydrogen and helium plasma. It is formed which is propagated by electromagnetic radiation, cosmic rays, neutrinos, magnetic fields and dust. The background radiation from the Big Bang suggests that the basic temperature of space is 2.7 kelvins. Hey all! August 23rd, National Space Day. Let's see some questions about space. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായി ഇറങ്ങിയ രാജ്യം? ഉത്തരം ഇന്ത്യ. ISRO സ്ഥാപിതമായ വർഷം? ഉത്തരം 1969 ആഗസ്റ്റ് 15. ഇന്ത്യ ആദ്യമായി ചന്ദ്രനിൽ എത്തിയത് എപ്പോഴാണ്? ഉത്തരം ഒക്ടോബർ 22, 2008. ISROയുടെ ദൂരദർശിനി ഏതാണ്? ഉത്തരം ആസ്ട്രോസാറ്റ്. ISROയുടെ മുദ്രാവാക്യം? ഉത്തരം ബഹിരാകാശ സാങ്കേതിക വിദ്യ മാനവരാശിയുടെ സേവനത്തിൽ. ISROയുടെ പൂർണ്ണനാമം? ഉത്തരം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ഇന്ത്യൻ മൈക്രോവേവ് റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹം? ഉത്തരം റിസാറ്റ് 1. സൂര്യനെ കുറിച്ച് പഠിക്കാൻ ലക്ഷ്യമിടുന്ന ഇന്ത്യൻ ദൗത്യത്തിൻ്റെ പേര്? ഉത്തരം ആദിത്യ L1 മിഷൻ. ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യൻ വംശജയായ വനിത ആരാണ്? ഉത്തരം കൽപ്പന ചൗള. ദേശീയ ബഹിരാകാശ ദിനം ആദ്യമായി ആചരിച്ച വർഷം? ഉത്തരം 2024. ISROയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ബാംഗ്ലൂരിലെ അന്തരീക്ഷ ഭവൻ. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ഏത്? ഉത്തരം വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ ഗാനിമീഡ്. ഇന്ത്യൻ ബഹിരാകാശത്തിൻ്റെ പിതാവ്? ഉത്തരം വിക്രം സാരാഭായ്. വളയമുള്ള ഗ്രഹം? ഉത്തരം ശനി. PSLVയും GSLVയും തമ്മിലുള്ള വ്യത്യാസം? ഉത്തരം ഉപഗ്രഹങ്ങളെ ധ്രുവഭ്രമണത്തിലേക്ക് വിക്ഷേപിക്കാനുള്ളതാണ് PSLV. GSLV ഭൂസ്ഥിര ഭ്രമണത്തിലേക്കുള്ളതാണ്. ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹമായി അറിയപ്പെടുന്ന ഇന്ത്യൻ ഉപഗ്രഹം? GSAT 11. ഭീമാകാരമായ കൊടുങ്കാറ്റായ ദ ഗ്രേറ്റ് റെഡ് സ്പോട്ട് ഏത് ഗ്രഹത്തിലാണ്? ഉത്തരം വ്യാഴം.